ഹായ് ഫ്രണ്ട്സ്, കാൽക്കുലസ് സ്റ്റഡിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇടാൻ. കാരണം എന്ന് പറഞ്ഞാൽ മഴയാണ്, നിങ്ങൾക്കറിയാം, കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇനി ആ ഒരു പ്രശ്നം കാണില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. നിങ്ങൾ കൃത്യമായി തന്നെ ചാനലിനെ ഫോളോ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പാഠത്തിലോട്ട് പോകാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേവ്സിനെ പറ്റിയിട്ടാണ്. അതായത് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. അതായത് ഇങ്ങനത്തുള്ള വേവുകൾക്ക് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം വേണം, അല്ലെങ്കിൽ മീഡിയം വേണം. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തുള്ള വേവുകൾക്ക് എന്ത് ചെയ്യാകത്തുള്ളൂ? സഞ്ചരിക്കാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനത്തുള്ള വേവുകൾ നമുക്ക് മെക്കാനിക്കൽ വേവ് എന്ന്, അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ എന്ന് ഒറ്റ പേരിൽ വിളിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് യാന്ത്രിക തരംഗങ്ങളിലെ മെക്കാനിക്കൽ വേവ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ലോങ്കിറ്റ്യൂഡിനൽ വേവ്, അത് അനുദൈർഘ്യ തരംഗങ്ങളെന്നും, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗങ്ങളെന്നും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്താണെന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ലോങ്കിറ്റ്യൂഡിനൽ വേവ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യമേ പറയാം, നമ്മൾ രണ്ട് വേവുകളെ പറ്റി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്തു പോകുന്നത് എന്ന രീതിയിലാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലോങ്കിറ്റ്യൂഡിനൽ വേവ് അഥവാ അനുദൈർഘ്യ തരംഗങ്ങൾ നമ്മൾ പറയാം. ഇതാണ് ഈ കാണുന്നതാണ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. വേവിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് പാർട്ടിക്കിൾസ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അഥവാ സഞ്ചരിക്കുന്നത്. അതെ, പാരലായിട്ടാണ്. ഒരിക്കലും ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ അല്ല എന്ത് ചെയ്യുന്നത്, ഈ വേവുകൾ പോകുന്നത്. ഇങ്ങനെ പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ ഡയറക്ഷൻ അല്ലെ ഈ വേവിന്റെ പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ള വേറെ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് കണ്ടോ, ഇവിടെ കുറെ വേവുകൾ അടുത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ അതേപോലല്ല, ഒരു അകൽച്ചയുണ്ട്, വീണ്ടും അകന്നിരിക്കുന്നു, അടുത്തിരിക്കുന്നു. അപ്പോ ഇങ്ങനെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഹൈ പ്രഷർ ഏരിയാസിനെ പറയുന്ന പേരാണ് നമ്മൾ സി എന്ന് സൂചിപ്പിക്കുന്ന കംപ്രഷൻ അഥവാ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. അതേപോലെ ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും കംപ്രസ്ഡ് അല്ലാത്ത ഏരിയ ഉണ്ടല്ലോ, ഇത്ര ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഈ ഏരിയ നമ്മൾ റെയർഫാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നീചമർദ്ദ മേഖല എന്ന് പറയും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം, ഈ ലോങ്കിറ്റ്യൂഡിനൽ വേവ്സ് എന്തായിരിക്കും? ആ മീഡിയത്തിൽ അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? ആ വേവ് സഞ്ചരിക്കുന്നതിന്റെ ദിശയ്ക്ക് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. അതേപോലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ. അടുത്തടുത്തിരിക്കുന്ന സാധനങ്ങളെ കംപ്രഷൻ എന്നും അകന്നകന്നിരിക്കുന്നതിനെ റെയർഫാക്ഷൻ എന്നും, അതായത് ഇതിനെ ഉച്ചമർദ്ദ മേഖലയെന്നും ഇതിനെ നീചമർദ്ദ മേഖലയെന്നും പറയും. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ലോങ്കിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സൗണ്ട് വേവ്സ് ആണ്. സൗണ്ട് വേവ്സ് പിന്നെ സീസ്മിക്സ് വേവ്സ് അല്ല എന്താണ്, ഇതുപോലെ ലോങ്കിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെ അനുദൈർഘ്യ തരംഗങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് ആ രീതിക്കായിരിക്കും ഇതിനെ നമ്മൾ പറയാൻ പോകുന്നത്. അതായതുണ്ടോ, ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്നു, തിരിച്ച് ഇങ്ങനെ വരുന്നു, തിരിച്ച് വീണ്ടും മേൽപോട്ട് പോകുന്നു, വീണ്ടും ഇങ്ങനെ വരുന്നു, വീണ്ടും മേൽപോട്ട് പോകുന്നു. ഈ ഒരു പാറ്റേണിലാണ് ഈ വേവ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ ലംബമായിട്ടെന്ന് നമുക്ക് പറയാം. അതായത് ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അതായത് ലംബമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ഒന്ന്, ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ക്രസ്റ്റ് എന്നും ഈ താന്നു പോകുന്നതിനെ എന്നും പറയും. ക്രസ്റ്റും ട്രഫും. എന്തുവാ? ക്രസ്റ്റും ട്രഫും. സി ഫോർ ക്രസ്റ്റ്, ടി ഫോർ ട്രഫ്. അതായത് ക്രസ്റ്റിനെ നമ്മൾ ശൃംഗം ഇങ്ങനെയാണ് എഴുതുന്നത് ആദ്യം. ട്രഫിനെ ഗർത്തം എന്നും പറയും. അതായത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തിനെ ശൃംഗമെന്നും താന്നിരിക്കുന്ന ഭാഗത്തിനെ ഗർത്തമെന്നും നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ റിപ്പിൾസ് ഓൺ വാട്ടർ സർഫസ്, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിന്റെ മേളിൽ ജസ്റ്റ് ചരുവത്തിൽ വെള്ളം പിടിച്ചിട്ട് കൈയൊന്നും കൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് ഇടുമ്പോൾ ഒരു ഓളം തല്ലത്തില്ലയോ, ഈ ഓളം തല്ലുന്നത് ഏത് തരത്തിലുള്ള വേവാ? ഇതുപോലുള്ള ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അപ്പം എക്സാമ്പിൾ വെച്ചാൽ റിപ്പിൾസ് ഓൺ വാട്ടർ സർഫസ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെറിയൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഈ നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.